തുരുമ്പെടുത്ത വലയും നെഞ്ചിൽ കത്തുന്ന കനലുമായി കടലിലെ തിരമാലകളോട് പൊരുതിയ ഒരു 30-കാരൻ ഇന്ന് കേരള നിയമസഭയുടെ പടവുകൾ കയറുകയാണ്. 1.5 പതിറ്റാണ്ട് കാലം ഇടത് കോട്ടയായിരുന്ന ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ട് 21,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആ യുവാവ് ചരിത്രം കുറിച്ചിരിക്കുന്നു. AD തോമസ് 2026 കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോരാളി. മാരാരിക്കുളം അറശർക്കടവിലെ കടൽക്കാറ്റേറ്റാണ് തോമസ് വളർന്നത്. ഡൊമിനിക്കിന്റെയും മക്കാമിയുടെയും മകൻ. ആഡംബരങ്ങളില്ലാത്ത ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബം പോറ്റാൻ 17-ാം വയസ്സിൽ അച്ഛനോടൊപ്പം പൊന്തുവള്ളത്തിൽ കടലിലേക്ക് തുഴഞ്ഞു തുടങ്ങിയതാണ് ഈ ജീവിതം. പഠനത്തിലുള്ള പണം കണ്ടെത്താൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു. നിർമ്മാണ തൊഴിലാളിയായി വിയർപ്പൊഴുക്കി. ആ വിയർപ്പിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങളാണ് തോമസിനെ ഇന്ന് കാണുന്ന ജനകീയ നേതാവാക്കി മാറ്റിയത്. തെരുവിലെ പോരാട്ടങ്ങളായിരുന്നു തോമസിന്റെ തട്ടകം. നവകേരള യാത്രക്കിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയപ്പോൾ പോലീസിന്റെ ലാത്തിയടിയേറ്റ് മുഖത്ത് രക്തമൊലിപ്പിച്ചു നിന്ന ആ ചിത്രം കേരളം മറക്കില്ല. ആ ചോരയൊലിച്ച മുഖം പിന്നീട് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന്റെ പ്രതീകമായി മാറി. KSU ജില്ലാ പ്രസിഡന്റായും കോളേജ് യൂണിയൻ ചെയർമാനായും വളർന്ന തോമസ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും ഉപജീവനത്തിനായി കടലിൽ മീൻ പിടിക്കാൻ പോയി ആരെയും അത്ഭുതപ്പെടുത്തി. 30-ാം വയസ്സിൽ സഭയിലേക്ക് എത്തുമ്പോൾ ഇത് വെറുമൊരു സീറ്റ് പിടിച്ചെടുക്കലല്ല, മറിച്ച് സാധാരണക്കാരന്റെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങും എന്നതിന്റെ ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിലെ യുവ തുടിപ്പുകൾ എക്കാലവും ചരിത്രം കുറിച്ചിട്ടുണ്ട്. 1987-ൽ വെറും 25-ാം വയസ്സിൽ സഭയിലെത്തി മാത്യു ടി തോമസ് സൃഷ്ടിച്ച ആ റെക്കോർഡ് ഇന്നും തകർക്കപ്പെടാതെ നിൽക്കുന്നു. തൊട്ടു പിന്നാലെ കഴിഞ്ഞ സഭയിൽ സച്ചിൻ ദേവ് എന്ന 27-കാരനായിരുന്നുവെങ്കിൽ ഇന്ന് 30-ാം വയസ്സിൽ ആ ദൗത്യം AD തോമസ് ഏറ്റെടുക്കുകയാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ പദവിയല്ല, മറിച്ച് കടലിലെ തിരമാലകളോട് പൊരുതി ജയിച്ച ഒരു സാധാരണക്കാരന്റെ നിശ്ചയദാർഢ്യമാണ്. സച്ചിനും മാത്യു ടി തോമസും തുടങ്ങി വെച്ച ആ യുവവീര്യം ഇനി AD തോമസിലൂടെ നിയമസഭയിൽ മുഴങ്ങും. ആലപ്പുഴയുടെ തീരത്ത് നിന്ന് കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് ഒരു രാഷ്ട്രീയ വിസ്മയം.